വർക്കല പാപനാശത്ത് ബലിതർപ്പണത്തിനായി എത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ അസൗകര്യങ്ങൾക്ക് നടുവിൽ നട്ടം തിരിയുകയാണ്. സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണെങ്കിലും മാറിവരുന്ന ഇടതുവലത് മുന്നണികൾ നൽകുന്ന പാഴായ വാഗ്ദാനങ്ങൾ മാത്രമാണ് ബാക്കി. ശുചിമുറികളും കുടിവെള്ളവും സുരക്ഷയും അടക്കമില്ലാത്ത തീർത്ഥാടന കേന്ദ്രമായി പാപനാശം മാറുകയാണ്. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വർക്കല പാപനാശം. വർഷം തോറും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ഇവിടെ ബലിതർപ്പണം നടത്താനെത്തുന്നത്. എന്നാൽ തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പാപനാശത്തിന്നും സ്വപ്നം മാത്രമാണ്. രാവിലെ തന്നെ തിരക്കനുഭവപ്പെടുന്ന പ്രദേശത്ത് ശുചിമുറികളുടെ എണ്ണം വളരെ കുറവാണ്. കുടിവെള്ളത്തിനായി ഏറെ ദൂരം നടക്കേണ്ട അവസ്ഥ. മാലിന്യങ്ങൾ ശേഖരിക്കപ്പെടാതെ പാപനാശം പ്രദേശത്ത് കെട്ടിക്കിടക്കുകയാണ്. ഇത് വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മലിനജലവും കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. കടൽ തീരമായതിനാൽ അപകട സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് പാപനാശം. എന്നാൽ ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിലും വലിയ കുറവാണുള്ളത്. അടിയന്തര ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും അപര്യാപ്തം. പാപനാശനത്തെ ഒരുപാട് ആൾക്കാർ പല ജില്ലകളിലായിട്ട് ഇന്ന് ഇവിടെ ബലിതർപ്പണത്തിന് എത്താറുണ്ട്. അതുപോലെ തന്നെ ഈ ടൂറിസം മേഖലകളിലായിട്ടും പല പല കാര്യങ്ങൾ ഒട്ടനവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. ദിവസേന ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പാപനാശനത്തെ എത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു വിധമായിട്ടുള്ള പുരോഗമനങ്ങളും ഇവിടെ നടക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാന കാരണം. അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഉള്ള ഒരു ഇരിക്കാനായിട്ടോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഈ പാപനാശനത്തില്ല. പല ടൂറിസം മേഖലയും പുരോഗമനം ഉണ്ടായിട്ടെങ്കിലും ഇവിടെ അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള ഒരു ആൾക്കാർക്ക് വന്ന് ഒരു 10 മിനിറ്റ് തള്ളത്തിരിക്കാനോ പിടിക്കാനോ അങ്ങനെയുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. വർഷങ്ങളായി പാപനാശത്തെ അപര്യാപ്തതകൾ അധികൃതരോട് പരാതിയായി പറയുന്നുണ്ടെങ്കിലും പഞ്ചായത്തും ടൂറിസം വകുപ്പും പരസ്പരം പഴിചാരുകയാണ് പതിവ്. ഇതിനിടയിൽ തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുരിതം ആരും കാണുന്നില്ല എന്നതാണ് വാസ്തവം. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒത്തിരി ജനങ്ങൾ വന്നു പോകുന്ന വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അതേപോലെ ടൂറിസം മേഖല, ഇതൊക്കെ ഉള്ള ഇപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ തെരുവിളക്കുകൾ കത്താത്തൊരു സങ്കടകരമായ സ്ഥലമാണ്. ക്ലിഫിൽ മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലാണ്ട് പലപ്പോഴും തൂണുകൾ മാത്രം, അതായത് ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ തൂണുകൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നവർ സ്കെൽട്ടനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് പലപ്പോഴും നമ്മൾ കാണുക. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ നിരവധി പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ വിശ്രമിക്കാനായിട്ടുള്ള ചെയറുകൾ ഇതുപോലും നഗരസഭയുടെ നേതൃത്വത്തിൽ അത് ചെയ്യുകയോ അവിടെ മനോഹരമാക്കാനായിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ചെയ്യുകയോ, ഏറ്റവും സങ്കടകരമായ കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ടോയ്ലറ്റ് പോകാനായിട്ട് പോലുമുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല, വളരെ പരിമിതമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 4 മണി മുതലാണ് പാപനാശം തീരത്ത് ബലിതർപ്പണം ആരംഭിക്കുന്നത്. 100 കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനായി പുലർച്ചെ പാപനാശത്തെത്തുന്നത്. വഴിവിളക്കുകളില്ലാത്തത് കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർ ഏറെ ബുദ്ധിമുട്ടിയാണ് തീരത്തേക്ക് എത്തുന്നത്. പാതയോരത്തെ സ്ഥാപനങ്ങളിലെ പ്രകാശം മാത്രമാണ് സന്ധ്യ കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളത്. സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ ഇതും നിലയ്ക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രക്കുളത്തിന് സമീപത്താണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. കുളത്തിലെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്ന തണ്ണീർത്തടത്തിന് സമീപം രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വാഹനത്തിൽ മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നു എന്ന പരാതിയുമുണ്ട്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തായിട്ട് ഒരു അരുവി പോലുള്ള ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള നമ്മുടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒഴുകി വരുന്നൊരു വെള്ളമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അത് വളരെ നല്ല ജലമാണെന്ന് ഉള്ള രീതിയിൽ അവരത് ഉപയോഗിക്കുകയും മറ്റു കാര്യങ്ങൾ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒരു വിഷമകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ടുകളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ അരുവികളിലേക്കും മറ്റും തുറന്നു വിടുന്ന ഒരു സാഹചര്യമാണ്. 1-2 പ്രാവശ്യം ചെറിയ രീതിയിലുള്ള പിഴകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് കാര്യമായിട്ട് ഈ സർക്കാർ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. വർക്കലയിലെ വിവിധ ബീച്ചുകളിലായി വെറും 19ഓളം ലൈഫ് ഗാർഡുകളെ മാത്രമാണ് പുതിയതായി നിയമിച്ചത്. ലൈഫ് ഗാർഡുകൾ ഇല്ലാതിരുന്ന കാപ്പിൽ, വെറ്റക്കട, ഓടയം, മാന്തറ ബീച്ചുകളിൽ 2 പേര് വീതം മാത്രമാണ് പുതുതായി നിയമിച്ചത്. ആലിയിറക്കം ബീച്ചിൽ ഇതുവരെ ലൈഫ് ഗാർഡുകളെ നിയമിച്ചിട്ടുമില്ല. പേരിന് ഗാർഡുകൾ വന്നു എന്ന് പറയുന്നതല്ലാതെ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളും ഇതുവരെയും എത്തിയിട്ടില്ല. പാപനാശത്തിന് ഇനിയും എന്ന് ശാപമോക്ഷം ലഭിക്കും എന്ന ആശങ്കയിലാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളും നാട്ടുകാരും. ജനം, തിരുവനന്തപുരം.